യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. ആരിലും വലിയവൻ വലിയവൻ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. യേശുവേ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, യേശുവേ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. യേശുവേ ഞങ്ങളുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ ദൈവഭക്തിയിലും ആഴമായ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും ഞങ്ങളെ വളർത്തണമേ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന യേശു ക്രിസ്തുവിൻ്റെ വന്യനാമത്തിൽ അങ്ങയുടെ ഈ പ്രേക്ഷകരെ, ഈ വചനം കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്ന യേശുവിനെ ആരാധിക്കുന്ന ഈ ദൈവജനത്തെ ഇപ്പോൾ അനുഗ്രഹിക്കണമേ. ദൈവഭക്തിയിൽ നിറഞ്ഞ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവെ അങ്ങ് സമർത്ഥമായിട്ട് ഇന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ കരുണയായിരിക്കണമേ, പിതാവേ കരുണയായിരിക്കണമേ, പരിശുദ്ധാത്മാവേ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവഭക്തി ഇല്ലാത്തവൻ്റെ കുടുംബം നശിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു: ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ദൈവഭക്തിയിൽ തീഷ്ണതയില്ല, ദൃഢതയില്ല, ഉറപ്പില്ല. അങ്ങനെ ഉള്ളവരുടെ ഭവനം അതിവേഗം നശിക്കുമെന്ന് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവഭക്തി അല്ലെ ദൈവഭക്തൻ, അവരുടെ മേൽ എപ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. ദൈവഭക്തിയുള്ള കുടുംബങ്ങൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. ഇന്നലെ ഒരമ്മ എന്നെ ഫോണിൽ വിളിച്ച് ഇപ്രകാരം സംസാരിച്ചു. അമ്മയുടെ മകന് 32 വയസ്സായി, വിവാഹം നടക്കുന്നില്ല. ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മച്ചിയുടെ മകന് ധ്യാനം കൂടിയിട്ടുണ്ടോ? ധ്യാനം കൂടിയിട്ടില്ല. പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ മകന് താല്പര്യമുണ്ടോ? മകന് താല്പര്യമില്ല. അപ്പോൾ ഈ അമ്മയുടെ മകന് ധ്യാനത്തിനോട് താല്പര്യമില്ല, വചനം കേൾക്കാൻ താല്പര്യമില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാണ് ഈ മകൻ ഇങ്ങനെ ആയത്? ഈ മകൻ്റെ അപ്പൻ നടക്കുന്ന വഴി, അപ്പൻ നടന്ന വഴിയെ മകനും നടക്കുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അവന് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ അവൻ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു തീർക്കണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അവൻ വന്നാൽ, ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ അവൻ ഇരുന്നു കൊടുത്താൽ അവനെ കർത്താവ് അനുഗ്രഹിക്കും. അത് ദൈവത്തെ വേണ്ട, ദൈവഭക്തി വേണ്ട, ദൈവത്തെ ആരാധിക്കേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന പല വ്യക്തികളും ഇന്ന് സമൂഹത്തിലുണ്ട്. ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണല്ലോ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നത്. ആ ദൈവം ഇല്ല എന്ന് പറയുന്നവൻ മൂഢനാണെന്ന ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ആ മൂഢനായ ഒരു മനുഷ്യന്, അല്ലെ ഒരു ചെറുപ്പക്കാരന് 35-40 വയസ്സായിട്ട് പെണ്ണ് കെട്ടാത്തതിൽ ഒരത്ഭുതത്തിൻ്റെയും അവകാശമില്ല. ഇന്ന് പല മാതാപിതാക്കന്മാരും മക്കളെ ഓർത്ത് വേദനിക്കുക. ഈ അടുത്ത നാളിൽ ഒരമ്മ പങ്കുവെച്ച അനുഭവം, എൻ്റെ മകൻ +2 വരെ അൾത്താരബാലനായിരുന്നു. പള്ളിയിലെ സകല കാര്യങ്ങളും മുൻപന്തിയിലുണ്ടായിരുന്നു. അവന് +2 ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ പഠിക്കുവാനായിട്ട് പോയി. അവിടെ പഠനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും മകനിപ്പോൾ ദൈവവിശ്വാസമില്ല, അവന് ദേവാലയത്തിൽ താല്പര്യമില്ല,
കൂദാശ ജീവിതത്തിൽ താല്പര്യമില്ല, കുമ്പസാരിക്കുവാൻ താല്പര്യമില്ല, വിശുദ്ധ കുർബാനയോട് താല്പര്യമില്ല. വൈകുന്നേരങ്ങളിൽ വീട്ടിൽ നടക്കുന്ന സന്ധ്യാപ്രാർത്ഥനയ്ക്ക് പോലും മകൻ ഇരിക്കാറില്ല, കൂട്ടുകാരോടൊപ്പമാണ്. ഒരമ്മ തൻ്റെ സങ്കടം പങ്കുവെച്ചതാണ്. നോക്കുക, ഇത് വലിയ പരാജയത്തിന് കാരണമായിട്ട് തീരാൻ പോകുക. ദൈവഭക്തി ഉള്ളവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവഭക്തന് സംരക്ഷണം നൽകുന്നത്, ദൈവഭക്തനെ പരിപാലിക്കുന്നത് ദൈവമാണ്. നിന്റെ തലയിലെ ഒരു തലമുടി ഇഴയെങ്കിലും വീണുപോയാൽ അറിയുന്ന നിന്റെ ദൈവം നിന്നെ പരിപാലിക്കും. നീ ഹൃദയത്തിലൊന്ന് നൊമ്പരപ്പെട്ട് കരയുമ്പോൾ നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു. ആ ദൈവഭക്തി ഇല്ല, പ്രാർത്ഥനയിൽ താല്പര്യമില്ല, വിശ്വാസ ജീവിതത്തോട് ഒട്ടും താല്പര്യമില്ല. അങ്ങനെയുള്ള വ്യക്തികളുടെ കുടുംബങ്ങളിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ഒന്നുമില്ലാതെയാവുകയാണ്. ദൈവഭക്തി ഉള്ള ഒരു വ്യക്തിയാണ് സഹോദരനെ സ്നേഹിക്കുന്നത്, സഹോദരനോട് എപ്പോഴും കരുണ കാണിക്കുന്നതും നന്മ ചെയ്തു കൊടുക്കുന്നതും. നമ്മളൊരു വ്യക്തിയെ സഹായിക്കണമെങ്കിൽ, സമ്പത്ത് കൊണ്ടോ ഏതു വിധത്തിലുമാവട്ടെ സഹായിക്കണമെങ്കിൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു ദൈവീക ചൈതന്യം, ഒരു ദൈവത്തിൻ്റെ നന്മ ഉണ്ടെങ്കിലേ ഒരു വ്യക്തിക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സുഭാഷിതങ്ങൾ 1-ാം അധ്യായത്തിൻ്റെ 29, 30, 31 വചനങ്ങൾ. അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു. അവർ അറിവിനെ വെറുത്തു. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, ദൈവവചനത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം അവർക്കില്ല. അവർ അറിവിനെ വെറുത്തു, ദൈവഭക്തിയെ നിരാകരിച്ചു. അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസനം പുച്ഛിക്കുകയും ചെയ്തു. എൻ്റെ ഉപദേശങ്ങളെ അവർ പുച്ഛിച്ചു. ദൈവഭക്തിയില്ല, ദൈവത്തിൻ്റെ വചനത്തെ പുച്ഛിക്കുന്നു. ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളെ അവഗണിക്കുന്നു. അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. വ്യക്തമായിട്ട് വചനം പറയുന്നു, നിന്റെ പ്രവൃത്തിയുടെ ഫലം നീ അനുഭവിക്കും. ദൈവത്തെ വിട്ട് ദൈവഭക്തി ഉപേക്ഷിച്ച് നിന്റെ സ്വന്തം വഴികളിലൂടെ നീ നടക്കുമ്പോൾ ഓർത്തുകൊള്ളുക, നീ ചെയ്യുന്ന സകല തിന്മ പ്രവൃത്തികൾക്കും നീ ഫലം അനുഭവിക്കുന്ന നാളുകൾ അനധി വിദൂരമല്ല. കുറിച്ചു വെച്ചു. ദൈവത്തെ മറന്നു ജീവിക്കുന്നവർ, നിരീശ്വരവാദികൾ, പാപവഴികളിൽ ജീവിക്കുന്നവർ ലോകസുഖങ്ങളിൽ ജീവിക്കുന്നു. ദൈവത്തെ വേണ്ട, ദൈവഭക്തി വേണ്ട, സഭ വേണ്ട, വചനം വേണ്ട, അവഗണിക്കുന്നു, പുച്ഛിക്കുന്നു. ഇന്ന് ചില വ്യക്തികൾക്ക് ആളാകാനുള്ളൊരു വഴി എന്താണെന്നറിയാമോ? സഭയെ ആക്ഷേപിക്കുക, മീഡിയയുടെ ആക്ഷേപിക്കുക. അല്ലാതെ ആരെ കണ്ടാൽ സംസാരിക്കാൻ ഉള്ള ആദ്യ വിഷയം ഇവർക്ക് ഇതാണ്. സഭാ അധികാരികളെ ആക്ഷേപിക്കുക, പുച്ഛിക്കുക. അവർക്കെന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് 100 ഇരട്ടി പെരുപ്പിച്ച് പറയുക. അങ്ങനെ സഭയെ തേജോവധം ചെയ്യുക. അങ്ങനെ കുറേ മനുഷ്യരുണ്ട്, ദൈവഭക്തി ഇല്ലാത്ത കുറേ മനുഷ്യർ. ചില ആളുകൾ വീട്ടിലുണ്ട്, ചില അപ്പന്മാർ. അവരുടെ പരിപാടി എന്താ? എപ്പോഴും വൈദികരെ, സഭയെ പുച്ഛിക്കുന്നവർ, വിമർശിക്കുന്നവർ, ആക്ഷേപിക്കുന്നവർ. അങ്ങനെയുള്ള പിതാക്കന്മാർ ഓർത്തു, നിന്റെ കുടുംബത്തിൻ്റെ ആണിക്കല്ലിളകുന്ന പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാൻ പോകുക. നിന്റെ മക്കളൊക്കെ വഴിവിട്ടു ജീവിക്കുന്നത് കൺമുമ്പിൽ കാണാൻ പോകുന്നൊരു കാലമുണ്ട്. മക്കൾ വഴിതെറ്റിപ്പോകുന്നതോർത്ത് ഒരിക്കൽ നിലവിളിക്കേണ്ടി വരും. ഇവിടെ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും. സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും. എന്നെ വിട്ടകലുന്നത് മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു. അവരുടെ തന്ത്രങ്ങളിൽ അവർക്ക് മടുപ്പ് തോന്നുന്ന സമയം വരുന്നു. എന്നെ അവർ വിട്ടകലുക, എന്നെ അവർ ഉപേക്ഷിച്ചു പോകുക. അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങൾ അവർ ഏറ്റുവാങ്ങി അനുഭവിക്കുന്ന ഒരു സമയം വരാനായിട്ട് പോകുക.
ദൈവഭക്തിയിലേക്ക്, ദൈവാരാധനയിലേക്ക് ഞങ്ങൾ തിരിച്ചു വരണം. നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കന്മാരും മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പിതാക്കന്മാർ വൈകുന്നേരം 7 മണിക്ക് ഭവനത്തിൽ പ്രാർത്ഥന ആരംഭിക്കും. വല്യപ്പനും വല്യമ്മയും അപ്പനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് ജപമാല ചൊല്ലി വചനം വായിച്ച് പ്രാർത്ഥിക്കുന്ന അനേക കുടുംബങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച കുടുംബങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ആർക്കും നിഷേധിക്കാനാവാത്ത സത്യമായത്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ നിലനിൽക്കും. പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങൾ മണൽപ്പുറത്ത് ഭവനം പണിതതുപോലെ തകർന്നു വീഴുന്ന ഒരു സമയം അത് വരും, ഉറപ്പാണത്. നമുക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമായ പ്രാർത്ഥന ഉണ്ടാവണം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ഈ കഴിഞ്ഞ ദിവസം ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരി എന്നോട് പങ്കുവെച്ച ഒരനുഭവമാണ്. അവളുടെ ഭർത്താവ് ദേവാലയത്തിൽ പോകുകയില്ല. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു മകനാണ്. പക്ഷെ ദേവാലയം, വിശുദ്ധ കുർബാന, അങ്ങനെയുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല. പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല. ആ സ്ത്രീ പറയുക, ഞാനും എൻ്റെ മക്കളും കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യൻ ടെലിവിഷൻ കണ്ടുകൊണ്ട് ഇരിക്കും, മദ്യപിക്കും, പുകവലിക്കും. അങ്ങനെ തെറ്റായ ഒരു ശൈലിയിലാണ് എൻ്റെ ഭർത്താവ് ജീവിക്കുന്നത്. ആ സഹോദരി പറയുന്നു, എൻ്റെ മകൻ വളർന്നു വന്ന് മൂത്തവൻ, അവനിപ്പോൾ അപ്പൻ നടന്ന അതേ വഴിയിലൂടെയാണ് നടക്കുന്നത്. ചെറുപ്പകാലത്ത് അവൻ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു, ദേവാലയത്തിൽ പോകുമായിരുന്നു. ഇപ്പോൾ അവന് ദേവാലയം വേണ്ട, ദൈവത്തെ വേണ്ട. അപ്പൻ നടന്ന വഴിയിലൂടെ, മദ്യപാനത്തിൻ്റെ, അവിശ്വാസത്തിൻ്റെ വഴിയിലൂടെ അവൻ നടക്കുകയാണ്. ഇന്ന് ആ അപ്പൻ അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതിന് പറയുകയാണ്. മകനും അതേ വഴിയിലൂടെ ജീവിക്കുന്നു. ജോലിക്ക് പോയിട്ട് രാത്രിയിൽ ഏതെങ്കിലും സമയത്ത് ആ വീട്ടിൽ കയറി വരുന്നത് മദ്യത്തിൻ്റെ ലഹരിയിൽ കടന്നു വരുന്ന മകൻ. അപ്പൻ്റെ വഴിക്ക്, അമ്മ പ്രാർത്ഥനയിൽ നിൽക്കുന്നു, മകൻ മകൻ്റെ വഴിക്ക്. നോക്കുക, ഒരു കുടുംബം ഛിന്ന ഭിന്നമാവുകയാണ്. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കാത്ത കുടുംബങ്ങൾ അതിവേഗം നശിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം എഴുതിയിട്ടുണ്ടെങ്കിൽ മാറ്റമില്ലാത്ത വചനം അതുപോലെ തന്നെ സംഭവിക്കാനായിട്ട് പോകുക. ദൈവഭക്തിയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക്. എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ആരോഗ്യം, സൗന്ദര്യം, കഴിവ്, സമ്പത്ത്, ജോലി എല്ലാം ദൈവം ദാനമായിട്ട് നൽകിയതാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ പ്രാർത്ഥനയോ നമ്മുടെ പുണ്യപ്രവൃത്തികളോ നമ്മുടെ ഉപവാസമോ ഒന്നും കണ്ടല്ല ഇതൊക്കെ നമുക്ക് ലഭിച്ചത്. എല്ലാം യേശു സ്നേഹത്തോടെ ദാനമായിട്ട് നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് അഹങ്കരിക്കാനായിട്ട് നമുക്കൊന്നുമില്ല. അഹങ്കാരമൊക്കെ വിട്ട്, പാപവഴികൾ വിട്ട് നമുക്ക് ദൈവഭക്തിയിലേക്ക് തിരിച്ചു വരാം. ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം മറന്നുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നവർ അനുദപിക്കുക, തിരിച്ചു വരിക. കർത്താവ് നിന്നെ 2 കരങ്ങളും നീട്ടി സ്വീകരിക്കാനായിട്ട് പോവുക. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. മകനെ, എൻ്റെ വാക്ക് കേൾക്കുക, എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുക. മകനെ, നീ എൻ്റെ വാക്കുകൾ കേൾക്കണം. ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വചനങ്ങളാണ്. വാക്കുകൾ സമാഹരിച്ചു കഴിയുമ്പോൾ അത് വചനമായിട്ട് മാറുകയാണ്. ആ ദൈവത്തിൻ്റെ വാക്ക് നീ കേൾക്കണം. എൻ്റെ മകനെ, നീ ദൈവത്തിൻ്റെ നിയമങ്ങൾ കാത്തു സൂക്ഷിക്കണം, അത് അനുസരിക്കണം. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കണം, അറിവിൻ്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കണം. പൊരുൾ അറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക.
ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ, വചനത്തിൻ്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നീ കേണപേക്ഷിക്കുക അതിൻ്റെ ദൈവത്തോട്. ദൈവരാജ്യ രഹസ്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തി തരും. അറിവിന് വേണ്ടി അപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെ തേടുക, നിഗൂഢ നിധി എന്ന പോലെ അന്വേഷിക്കുക. അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും നിധികൾ ഒളിഞ്ഞു കിടക്കുന്നത് ക്രിസ്തുവിലാണ്. ദൈവം തരുന്ന അറിവ്, ദൈവം തരുന്ന ജ്ഞാനം, അത് സ്വീകരിക്കാൻ വേണ്ടി നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. ദൈവഭക്തിയുള്ളവനാണ് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുന്നത്. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ദൈവഭക്തിയിൽ എപ്പോഴും ആയിരിക്കാൻ നമുക്ക് സാധിക്കണം. ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാരുടെ മക്കളൊക്കെ ഉന്നതമായ നിലകളിൽ എത്തിയിട്ടുണ്ട്. ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാർ ഒരുപക്ഷെ ഒത്തിരി കഷ്ടതയിലും സഹനങ്ങളിലും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. എന്നാലും അവരുടെ കഷ്ടതകളിലും സഹനങ്ങളിലും ദൈവം അവരെ സഹായിച്ചിട്ടുണ്ട്. ദൈവഭക്തിയുള്ള മാതാപിതാക്കന്മാരോട് ചോദിച്ചേ, ദൈവഭക്തിയുള്ള കുഞ്ഞുങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കേ, അവർ പറയും പരീക്ഷയിൽ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു, ഉറപ്പാ അവർക്ക് വിജയം കിട്ടിയിട്ടുണ്ട്. അവർ കേണപേക്ഷിച്ചു ദൈവത്തോട്, അവരുടെ കണ്ണുനീരിന് ദൈവം മറുപടി കൊടുത്തിട്ടുണ്ട്. ദൈവഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. യെശയ്യാ 65:24 പ്രാർത്ഥിച്ചു തീരും മുൻപേ നിനക്ക് ഞാൻ മറുപടി നൽകും. ഒരു കാര്യം ഉറപ്പാണ്, ദൈവഭക്തൻ്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ടാകും, സഹനങ്ങളുണ്ടാകും, നൊമ്പരങ്ങളുണ്ടാകും. ആത്യന്തികമായിട്ട് ദൈവഭക്തൻ്റെ കുടുംബം തകർന്നു പോകത്തില്ല. ദൈവഭക്തൻ്റെ മക്കൾ, തലമുറകൾ നശിച്ചു പോകത്തില്ല. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെ നോക്കിക്കേ, അഹങ്കാരത്തിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞു ജീവിച്ചവർ, തോന്നിവാസ ജീവിതം നയിച്ചവർ, ദരിദ്രരെ പീഡിപ്പിച്ചവർ, പാവപ്പെട്ടവരെ ദ്രോഹിച്ചവർ, അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ഇന്ന് എന്തു പറ്റി? വലിയ പ്രതാപത്തിൽ ജീവിച്ച കുടുംബങ്ങളുടെ പ്രതാപം അസ്തമിച്ചു പോയില്ലേ? ദൈവത്തെ ഉപേക്ഷിച്ച്, ദൈവഭക്തി ഉപേക്ഷിച്ച കുടുംബങ്ങൾ തകർന്നു നിലം പറ്റിയ കാഴ്ച നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വചനങ്ങൾ, മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടമാണ് കർത്താവിനോടുള്ള ഭക്തി. നമുക്ക് തിരിയാം. ആനന്ദം, മഹത്വം, സന്തോഷം, ആഹ്ലാദം. ദൈവഭക്തന് ഇതെല്ലാം കിട്ടും. ദൈവഭക്തി ഉള്ളവൻ്റെ കുടുംബത്തിൽ ആഹ്ലാദമുണ്ടാകും, സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. ഞെരുക്കത്തിലൂടെ കടന്നുപോയാലും ആത്യന്തികമായ വിജയം ദൈവഭക്തനും അവൻ്റെ സന്തതികൾക്കും ആയിരിക്കും. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ജനമേ, ദൈവഭക്തിയുള്ളവർക്ക് ഇതാ വാഗ്ദാനം തരികയാ. സന്തോഷം, കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷം. ഇന്ന് പല കുടുംബങ്ങളിലും ഇല്ലാത്തതാ. സന്തോഷം ഇല്ല, കലഹമാ, വെറുപ്പാ, വിദ്വേഷമാ. ടെലിവിഷൻ്റെ മുന്നിലും സീരിയലിൻ്റെ മുൻപിലും മറ്റ് മദ്യത്തിൻ്റെ പിൻപിലുമൊക്കെ ജീവിക്കുന്നവർ. പല കുടുംബങ്ങളിലും മദ്യപാനവും സകല തിന്മകളുമുണ്ട്. അപ്പനും അമ്മയും മക്കളും ഒന്നിച്ച് മദ്യപിക്കുന്നു, തീറ്റയും കുടിയും. ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാവത്തില്ല. സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും ദൈവഭക്തി പ്രദാനം ചെയ്യുന്നു. ഈ സന്തോഷവും ആനന്ദവും തരുന്ന പരിശുദ്ധാത്മാവാണ്. ദൈവഭക്തൻ്റെ ഹൃദയത്തിലാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞു വസിക്കുന്നത്. അവിടെ ഒരു വാഗ്ദാനമുണ്ട്, ദൈവഭക്തന് ദീർഘായുസ്സുണ്ടാകും. ഹല്ലേലൂയാ. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും. മരണ ദിവസം അവൻ അനുഗ്രഹീതനായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്ന,
കർത്താവിനോട് ഭക്തിയുള്ളവൻ്റെ അവസാനം ശുഭമായിരിക്കും. അവസാനം സമയം അനുഗ്രഹിതമായിരിക്കും. നോക്കുക, മരണ ദിവസം അനുഗ്രഹിതമായിരിക്കും എന്നാണ് പറയുന്നത്. ദൈവഭക്തൻ്റെ മരണ ദിവസം അവൻ അനുഗ്രഹിതനാകും. കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം എല്ലാം ശുഭമായിരിക്കും. അതൊരു വലിയ അനുഗ്രഹമല്ലേ? ജീവിതത്തിൻ്റെ അവസാനം ശുഭമാകുക, അവസാനം ദൈവഭക്തന് അനുഗ്രഹിക്കപ്പെടുക എന്നൊക്കെ അവസാന സമയത്ത് അനുഗ്രഹിക്കപ്പെടുക എന്തൊരു നല്ല കാര്യമാണ്. ദൈവഭക്തൻ്റെ മക്കൾ ഉറപ്പാണ്. അവസാനം ദൈവഭക്തൻ കട്ടിലിൽ രോഗിയായി വയ്യാതെ കിടക്കുമ്പോൾ നിശ്ചയമായിട്ടും ഏതെങ്കിലുമൊക്കെ മക്കൾ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും ഉണ്ടാകും. ആ രോഗശയ്യയിൽ കർത്താവ് നിനക്ക് കൂട്ടിരിക്കും. ദൈവഭക്തന് ഉറപ്പാണ് കർത്താവ് കൂട്ടിരിക്കും. നല്ലൊരു മരണം, അനുഗ്രഹിത മരണം എല്ലാം കർത്താവ് ദൈവഭക്തന് തരുമെന്ന് വചനം പഠിപ്പിക്കുന്നു. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. കർത്താവിനോടുള്ള ഭക്തിയാണ് ദൈവിക ജ്ഞാനം നമുക്ക് നൽകുന്നത്. വചനത്തിൻ്റെ നിഗൂഢത, സ്വർഗത്തിൻ്റെ നിഗൂഢത, ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് ദൈവഭക്തി ഉള്ളപ്പോൾ ദൈവിക ജ്ഞാനം നമുക്ക് കിട്ടും. ആ ജ്ഞാനമാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവഭക്തൻ, അവൻ്റെ കുടുംബം, മക്കൾ, കൊച്ചുമക്കളുകൾ, തലമുറകൾ എല്ലാവരും അനുഗ്രഹിക്കും. ഉറപ്പായിട്ടും ദൈവം അനുഗ്രഹിച്ചിരിക്കും. ദൈവഭക്തൻ്റെ കുടുംബം ഒരിക്കലും നശിക്കത്തില്ല. ദൈവഭക്തിയില്ലാത്തവൻ്റെ കുടുംബം അതിവേഗം നശിച്ചു പോകുന്ന വചനത്തിലുണ്ട്. അത് തിരിച്ചറിയാം. പ്രഭാഷകൻ 1-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം പറയുന്നു, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു, അത് സമാധാനവും ആരോഗ്യവും സമർത്ഥമാക്കുന്നു. നോക്കുക, ദൈവഭക്തന് ഹൃദയം നിറയെ സമാധാനം. അടുത്തൊരു വാഗ്ദാനം, അവന് ആരോഗ്യം സമർത്ഥമായിട്ട് നൽകുന്നു. ഹൃദയത്തിൽ സമാധാനം ഉള്ളപ്പോൾ ആരോഗ്യവും കർത്താവ് തരിക. കണ്ടോ, ദൈവഭക്തന് സമാധാനവും ആരോഗ്യം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുക. 20-ാമത്തെ വചനം, കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ്. കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ്വേരാണ്. മാതാപിതാക്കന്മാരെ, ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. കുഞ്ഞുങ്ങളെ ബാല്യത്തിൽ തന്നെ പ്രാർത്ഥനയിൽ, വിശ്വാസത്തിൽ, വചനത്തിൽ, ദൈവസ്നേഹത്തിൽ, സഹോദര സ്നേഹത്തിൽ വളർത്തുക. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കട്ടെ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം ഒരു മകനുമായിട്ട്, നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തൊരു മകനുമായിട്ട് സംസാരിക്കാനിടയായി. ഒരു നല്ല ചെറുപ്പക്കാരൻ, അവൻ്റെ വീട്ടിൽ അവനും 2 സഹോദരിമാരുമുണ്ട്. അപ്പനും അമ്മയും, നല്ല കുടുംബം, ദൈവഭക്തിയുള്ള നല്ല കുടുംബം. വലിയ സമ്പന്നരൊന്നുമല്ല, അധ്വാനിച്ച് ജീവിക്കുന്ന കുടുംബമാണ്. അപ്പനൊക്കെ നല്ല അധ്വാനിയായിരുന്നു. ആ മകൻ പറയുകയാണ്, എനിക്ക് നല്ലൊരു വിവാഹം വന്നു, വിവാഹം നടന്നു, ഭാര്യ മസ്കറ്റ് ജോലി ചെയ്യുന്നു, എനിക്ക് മസ്കറ്റ് ജോലിയുണ്ട്. ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ മകൻ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ ജപമാല ചൊല്ലും, 4 ജപമാല ഫുൾ ആയിട്ട് കൊന്തയിലും കരുണക്കൊന്തയിലും വചനം വായിക്കും. കാരണം എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ ഒത്തിരി ദൈവഭക്തിയിലാണ് വളർത്തിയത്. ഞാൻ കഴിവ് കുറഞ്ഞൊരു കുട്ടിയായിരുന്നു പഠിക്കുന്ന കാലത്ത്. പക്ഷേ നന്നായിട്ട് പരീക്ഷകളിലൊക്കെ എനിക്ക് അത്ഭുതമായിട്ട് ദൈവം വിജയം തന്നു. ഉന്നതമായ വിജയം. BCom ഒക്കെ കഴിഞ്ഞ് MBA ഒക്കെ പഠിച്ചു. ഇപ്പോൾ നല്ലൊരു കമ്പനിയിൽ ജോലിയുണ്ട്. ന്യായമായ നല്ല ശമ്പളവും എനിക്ക് ദൈവം തരുന്നുണ്ട്. ആ മകൻ പറയുകയാണ്, എൻ്റെ മാതാപിതാക്കന്മാരുടെ ദൈവഭക്തി അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു. ഞാനൊരു ദിവസം യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. രാത്രിയിലാണ് യാത്ര, ദീർഘദൂര യാത്രയാണ്. മസ്കറ്റിൽ നിന്ന് സലാലയിലേക്കുള്ള ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ബസ്സിൻ്റെ നേരെ മറ്റൊരു വാഹനം വന്ന് ഇടിച്ച് ആ ബസ്സിൻ്റെ പകുതിയോളം തകരുകയാണ്. ആ മകൻ പറയുന്നു, ഞാനിരുന്ന സീറ്റിൻ്റെ മുൻഭാഗത്തിരുന്ന 3 സീറ്റിലിരുന്നവർ 3 പേര് തൽക്ഷണം മരിച്ചു. ആ വണ്ടി മൊത്തം തകർന്നു. അവൻ പറയുന്നു, എൻ്റെ ബാഗ് 2 തെറിച്ചു വെളിയിലേക്ക് പോയി. ഞാൻ പുറത്തിറങ്ങി, എൻ്റെ ശരീരത്തിൽ ഒരു പോറൽ പോലുമില്ല. എൻ്റെ കമ്പ്യൂട്ടറും
എൻ്റെ ബാഗും എല്ലാം പുറത്തു കിടന്നു. ഒന്നിനും ഒരു പരിക്കില്ല. എൻ്റെ മുൻപിലുണ്ടായിരുന്ന 3 പേരും മരിച്ചു. ഞാനപ്പോൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നോക്കുക, ദൈവഭക്തനെ അപകടത്തിൽ ദൈവം സംരക്ഷിക്കുക. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം, ജപമാലയുടെ സംരക്ഷണം, മരണത്തിൻ്റെ പിടിയിൽ നിന്ന് അത്ഭുത സംരക്ഷണം ലഭിച്ചുവെന്ന് ആ മകൻ പറയുക. അവൻ്റെ കൺമുമ്പിൽ കാണുക 3 പേര് മരിച്ചു കിടക്കുക. അവൻ്റെ മുൻപിൽ നിന്ന് അവൻ്റെ തൊട്ട് മുൻപിലുള്ള സീറ്റിൽ നിന്ന് വരാം. ഒരു സൈഡ് മൊത്തം നേർക്ക് നേരെ വന്ന വണ്ടി ഇടിച്ചു തറക്കുകയായിരുന്നു. ഒരു സൈഡ് മൊത്തം. നോക്കുക, ആ മകന് ദൈവം കൊടുത്ത സംരക്ഷണം. ഇതാണ് കർത്താവിൻ്റെ കരുതൽ. ദൈവഭക്തനെയും അവൻ്റെ കുടുംബത്തെയും ദൈവം കരുതും. ദൈവഭക്തൻ്റെ ഭാര്യ, മക്കൾ, കൊച്ചുമക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, അവരൊക്കെ ദൈവം സംരക്ഷിക്കും. ഞെരുക്കവും വേദനയും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നീ ഒരിക്കലും ദൈവഭക്തി ഉപേക്ഷിക്കരുത്. പ്രാർത്ഥന മുടക്കരുത്. കർത്താവിനെ മുറുകെ പിടിക്കുക. ഈ ദൈവഭക്തി നിനക്കും നിൻ്റെ തലമുറയ്ക്കും എന്നും അനുഗ്രഹമായിട്ട് മാറാൻ പോകുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കരമുയർത്തി പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, അങ്ങ് എത്രയോ നല്ലവനാ. അങ്ങ് തന്ന വചനത്തെ ഓർത്ത് നന്ദി പറയുന്നു. ദൈവഭക്തന് ദീർഘായുസ്സുണ്ട്, ആരോഗ്യമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ദൈവഭക്തൻ ഞെരുക്കത്തിലൂടെ കടന്നുപോയാലും അവനെ അങ്ങ് ഉള്ളം കയ്യിൽ താങ്ങും. ഈശോയെ, ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നൽകണമേ. ദൈവഭക്തി ഇല്ലാത്തവരുടെ മേൽ അങ്ങയുടെ കരുണ ചൊരിയണമേ. ദൈവമേ, അങ്ങേ തള്ളിപ്പറഞ്ഞു ജീവിക്കുന്ന, പ്രാർത്ഥന വേണ്ട, കൂദാശകൾ വേണ്ട, വിശുദ്ധ കുർബാന വേണ്ട എന്നൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെ ജീവിക്കുന്ന വ്യക്തിയുടെ മേൽ അങ്ങയുടെ കരുണ ചൊരിയണമേ. ദൈവഭക്തി ഇല്ലാത്ത മനുഷ്യ, ഓർത്തുകൊള്ളുക, നിന്റെ നാശം അതിവേഗം സംഭവിക്കാനായിട്ട് പോകുക. ദൈവത്തിലേക്ക് നീ മടങ്ങി വരിക. ദൈവഭക്തിയിലേക്ക് മടങ്ങി വരിക. പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരിക. യേശു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ജോബി, ഞാൻ മധ്യപ്രദേശിൽ ജോലി ചെയ്യുന്ന സമയത്ത് വീണു. ജോലി സമയത്ത് വീണ് കൈ ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമാറുണ്ട്. ഇപ്പോൾ അടുത്ത നാളുണ്ടായി കുഴപ്പം വീണു. ഇന്ന് ഞാൻ രാവിലെ വന്ന് പ്രാർത്ഥിച്ച്. അതായത് ഈ മകന് മധ്യപ്രദേശ് ജോലിയാണ്. വീഴ്ചയിൽ ക്ഷതം പറ്റി ഇപ്പോൾ ഈ ഷോൾഡർ, വലത് ഷോൾഡർ നിരന്തരമായിട്ട് ഊരിപ്പോന്നു. ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ള ഷോൾഡറാണിത്. കർത്താവ് സൗഖ്യം നൽകുമോ? ഉറപ്പാണോ? ഉറപ്പാണ്. വിശ്വാസമുണ്ടോ? ഉറപ്പാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ സൗഖ്യമാവട്ടെ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡറിന് ഊരി പോകത്തില്ല. കഴിഞ്ഞിടിച്ച് ഇടിക്കട്ടെ, ഇടിച്ച് വലിച്ചിടിച്ച്. ഹല്ലേലൂയ, ആമേൻ. കയ്യിൽ വട്ടം കറക്കിക്കേ. ഈ ഷോൾഡറിന് ഊരി പോകത്തില്ല. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ ഊരത്തില്ല. തിരിച്ചു കറക്കിക്കേ. ഈ ഷോൾഡർ ഊരത്തില്ല യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒന്നും ഇടിച്ച് കാണിച്ചേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഒന്നുകൂടി മഹത്വപ്പെടുത്തിക്കേ. കൈയടിച്ച്. സന്തോഷമായില്ലേ? സന്തോഷമായി. എത്ര കാലമായി ഇതിങ്ങനെ ഊരിപ്പോന്നു? 6 വർഷമായി. 6 വർഷമായിട്ട് ഊരിപ്പോന്ന ഷോൾഡർ ഒറ്റ നിമിഷം കൊണ്ട് യേശു സൗഖ്യമാക്കിയിരിക്കുന്നു. യേശു ക്രിസ്തു അവൻ ദൈവമാണ്, അവൻ സർവശക്തനാണ്. ഹല്ലേലൂയ. യേശു ആരിലും വലിയവൻ, വലിയവൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ. ആരിലും വലിയവൻ, വലിയവൻ.